അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2054. ഇന്നത്തെ വിഷയം വഴിയിൽ ചെയ്ത ഒരു പുണ്യം, അതിന് കിട്ടിയ പ്രതിഫലം വളരെ മഹത്വമുള്ള, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പ്രതിഫലം. എന്താണത്? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന. ഞാൻ ഒരു മനുഷ്യനെ കണ്ടു, അദ്ദേഹം സ്വർഗത്തിൽ ഇങ്ങനെ വല്ലാതെ ആസ്വദിക്കുന്നതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, മറിയുന്നു, തിരിയുന്നു, വല്ലാത്ത അവിടെ കിടന്ന് വല്ലാതെ എൻജോയ് ചെയ്യുകയാണ്. സ്വർഗത്തിലിങ്ങനെ വല്ലാതെ അദ്ദേഹം ആസ്വദിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഫീ ഷജറത്തിൻ ഖതഅഹാ മിൻ ളഹരി ത്വരീഖ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയത്? വഴിയിൽ, ജനങ്ങൾ നടക്കുന്ന വഴിയിലുള്ള ഒരു മരക്കമ്പ്, ഒരു മരം മുറിച്ചൊഴിവാക്കിയ കാരണത്താൽ, ജനങ്ങൾക്ക് തടസ്സമായി നിന്ന ഒരു മരം മുറിച്ചൊഴിവാക്കി എന്ന കാരണത്താൽ, കാനത്തു ഉദിന്നാസ, ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്ന, ജനങ്ങൾക്ക് നടക്കുമ്പോൾ പ്രയാസം സൃഷ്ടിച്ചിരുന്നൊരു മരക്കമ്പ്. ചില മരങ്ങൾ വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കാറുണ്ട്, തൂങ്ങി നിൽക്കാറുണ്ട്. അത് വഴിയിൽ യാത്ര ചെയ്യുന്നവർക്ക് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നാം അത് മുറിച്ചു മാറ്റി കൊടുത്താൽ വളരെ വലിയ പുണ്യമാണ്. നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തുള്ള വഴിയാണെങ്കിൽ പ്രത്യേകിച്ചും. ജനങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ നീക്കുക എന്ന് പറയുന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അത്തരത്തിൽ ഒരാൾ ഒരു മരം മുറിച്ചു എന്ന കാരണത്താൽ, ജനങ്ങളുടെ വഴി പ്രയാസരഹിതമാക്കാൻ വേണ്ടി മരം മുറിച്ചൊഴിവാക്കി എന്ന കാരണത്താൽ സ്വർഗത്തിൽ അദ്ദേഹം ആസ്വദിക്കുന്നത്, സ്വർഗത്തിൽ അദ്ദേഹം വല്ലാതെ എൻജോയ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ ദൃഷ്ടിയിൽ വളരെ നിസ്സാരമായ ചെറിയൊരു അമലാണ്. ഇങ്ങനെയെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ സുഖത്തിന് വേണ്ടി, ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ധാരാളം ചെയ്യുന്ന ആളുകൾ, അവരുടെയൊക്കെ പ്രതിഫലം എത്രയാണ്? ഒരാളുടെ വിശപ്പകറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ പ്രയാസപ്പെടുമ്പോൾ അയാളുടെ പ്രയാസം തീർക്കാൻ വേണ്ടി ഇതിനേക്കാൾ വലിയ വലിയ അമലുകൾ ചെയ്ത, ഒരുപാട് ക്യാഷ് ചെലവഴിച്ച ആളുകൾക്കൊക്കെ കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? വെറുമൊരു മരം മുറിച്ചു മാറ്റി, വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത കാര്യമാണ്. എന്നിട്ടും നഷ്ടങ്ങളില്ല എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നല്ല. ചിലപ്പോൾ നല്ല പഴം കായ്ക്കുന്ന മരം ആയിരിക്കാം, അത് പഴം കിട്ടുന്നതിന് തടസ്സം സൃഷ്ടിക്കും പിന്നീട്. എന്നാലും ശരി, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത് എന്ന് കരുതി മരം മുറിച്ചൊഴിവാക്കിയവന് കിട്ടിയ പ്രതിഫലമാണ് ഇത്. ആകയാൽ നാം മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾക്ക് എന്നെക്കൊണ്ട് ഒരു പ്രയാസവും ഉണ്ടാവരുത്. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആർക്കും ഒരു പ്രയാസവും ഞാൻ സൃഷ്ടിക്കില്ല എന്ന് തീരുമാനിക്കുക. അതോടൊപ്പം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഈ മനുഷ്യൻ ചെയ്തത് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നൊരു കാര്യം നീക്കി എന്നതാണ്. അതൊരു ഉപകാരമാണ് ഒരർത്ഥത്തിൽ. പക്ഷേ ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ വേറെയുമുണ്ട്. അത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും പുണ്യവും വളരെ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നന്മകൾ നാം ശീലമാക്കുക. ജനങ്ങളുടെ പ്രയാസം ഒഴിവാക്കി അവർക്ക് ഉപകാരപ്രദമായത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.